പറയുന്ന നോക്കണ ദൈവമേ. ഇവരെല്ലാം കളിക്കാൻ ഞാൻ ആർപ്പി കയറുവാ. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിലോട്ട് ഞാൻ വാവയോട് സംസാരിക്കാം. വന്ന ഉടനെ ഞാൻ സെറ്റ് ആക്കും. വാവക്കളി സത്യം. ടീംമേറ്റ് സൗണ്ട് കുറയ്ക്കും. ഈ ബാബുന്റെ സൗണ്ട് ഭയങ്കര അരോചകമല്ലേ? ഞാൻ കുറയ്ക്കാൻ കൊല്ലം കയറി സരക്കെ നീ ഇപ്പഴും ഇവിടെ ലൈവ് ഇട്ടേക്കോ കേട്ടാ. ഇനി ബാബേനെ എനിക്ക് കണ്ടന്റ് കിട്ടുന്നു. ബാബു കുറച്ച് ഇല്ലണ്ണ പാവമാണ്. ഗ്യാങ്ങിന്റെ കാര്യം സൗണ്ട് കുറയ്ക്കാൻ പോയതാ. ഗ്യാങ്ങിന്റെ കാര്യം നോക്കോ. ഞാനേ ഗൈസ് നിങ്ങളുടെ അടുത്ത് ആരുമില്ല കേട്ടോ. നിങ്ങളെല്ലാരും ക്ലിയർ ആണ്. നിങ്ങളോളൊക്കെ. നീ എവിടെ പോണിപ്പം? ഞാനേ എവിടെയോ ഇറങ്ങിയേട്ടാ. കുറച്ച് നേരത്തെ പാരച്യൂട്ടിന്റെ ഇതിൽ പിടിച്ച് ഞെക്കി. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം പറ്റിയതാണ്. ഇന്ന് അബദ്ധത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് പിന്നെ ഒന്നും അങ്ങനെ കുഴപ്പമില്ല. നിങ്ങള് താഴെ ഇറങ്ങിയല്ലേ? ഞാൻ അബദ്ധമാണ്. രണ്ടാമത്തെ സോണിലെത്തത്തുള്ളേ. ഞാൻ താഴെ ഇറങ്ങി നിലത്ത് കാലുത്തി. ഭയങ്കര ഇമോഷണലി വീക്ക് ഒക്കെ ആയിട്ടാണ് പോയത് കേട്ടാ. പുതിയ തമിഴിലേ ഉണ്ടാ? ഇല്ല. എവിടെ? അയ്യോ കണ്ടില്ല. കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ അഭിപ്രായം എന്താ? M4 കളിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം? നോക്ക്. AK മതി എടാ. എനിക്ക് M4 കുറച്ചും കൂടെ സ്പ്രേ ചെയ്ത് കൺട്രോൾ ചെയ്ത് പഠിച്ചാൽ സെറ്റ് ആണടാ. ഒരു കട്ട സൈലൻസ് ഇവിടെ മൊത്തത്തില്. അല്ല ഞാനിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇന്ന് എന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് കാണാൻ പോണത്. നീയല്ലേ കളിക്കുന്നത്? നോക്കിയോ നീ? അത് നീ പറയും ഇത് വേറെ ആരെങ്കിലും കൊണ്ട് കളിപ്പിക്കുവാണോ ഇത്? അങ്ങനെ തോന്നുന്നു എനിക്ക്. കാരണം കംപ്ലീറ്റ്ലി നമ്മൾ മാറാ നിന്നിട്ട് ഇന്ന് ഞാനത് തീരുമാനിച്ചു ഓൾറെഡി. ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് പറയുന്നത്. വർക്കൗട്ടൊക്കെ ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. എല്ലാം ട്രൈ ചെയ്യുന്നു. അതെന്താ ഈഗിൾ ബ്രോ എല്ലാരും ഇത് തന്നെ ചോദിക്കുന്നു. അതെന്താ ഈഗിൾ ബ്രോ കളിക്കുന്നില്ലേ എന്നൊക്കെ. ഞാൻ എന്തിനു പറയടാ നീ ഇങ്ങനെ വന്നിട്ട് ഒറ്റ അടിക്കളി ഇങ്ങനെ എന്താ വെച്ചിട്ട് പോവല്ലേ? അതേ മാറ്റിക്കോളാം. എനിക്ക് ഇനി എന്റെ ദിവസങ്ങളാണ്. ഇനി എന്റെ ദിവസങ്ങൾ. അതോ ഒരു വാശി മതി. ജെയിംസ് ബോണ്ടിൽ പെട്ടോ, ശവരക്കോണിൽ കേട്ടോ, സ്നൈപ്പർ ഞാൻ DMR കളിച്ചോളാം. സ്നൈപ്പർ വില്ലം ബ്രോ കളിക്കുന്നു. വില്ലം ബ്രോ ഇല്ലല്ലോ ടീമിൽ. ഗോഡ് ബാബ് സ്നൈപ്പർ കളിക്കുന്നുണ്ടോ? ഒരു സ്നൈപ്പറിന്റെ ഉണ്ട്. ഒരെണ്ണം. പിന്നെ രണ്ട് സ്നൈപ്പർ വാങ്ങാനാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഫുൾ റെഡിയായി വണ്ടിയൊക്കെ എടുത്ത് കൊണ്ട് ചെല്ലുമ്പോ സരക്ക് പറയും എടാ ഇതുപോലത്തെ സ്ക്വാഡാണ്, ഇതുപോലത്തെ ഒരാളെയാണ് നമുക്ക്. നല്ല മനുഷ്യനാണ് ഉള്ള കാര്യം പറയല്ലേ. ഈ വീട് വന്നിട്ട് പാതി സാധനം അവിടെ ഇട്ടിട്ടാണ് പാതി സാധനം ഇവിടെ ഇട്ടോ. റെഡി വാ. ഇന്ത്യ ഗേറ്റിൽ കാണാം. ടിഷും 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 സ്പോട്ടിൽ പെട്ടോ പെട്ടോ. എവരക്കാരൻ കിട്ടോയോ? ഏതൊക്കെ അറിഞ്ഞൂടാ. എടാ വണ്ടി പോവടാ, ഇങ്ങനെ ഇടല്ലേ ആ വണ്ടി. എല്ലാത്തിലും കുറ്റം. എല്ലാത്തിലും ഇറങ്ങി വണ്ടി പോകുന്നില്ല. ആണോ? പക്ഷെ ഇവിടെ ലൂട്ടഡായിട്ടും കാണുന്നില്ല. ഇന്ത്യ ഗേറ്റിൽ കാണാം.
5G വൈഫൈ ഒക്കെ ഹൈറാർക്കി ഫുൾ ചേഞ്ച് ആയി. ഓ ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ടൊക്കെ നോക്കാം ബ്രോ. എന്തരന്ന് ഹൈറാർക്കി ഫുൾ ചേഞ്ച് ചെയ്തു സിയോണില്. ആ അതല്ലേ വരുന്നോ സ്വർഗത്തിൽ? ഓ സ്വർഗത്തിലൊരു AW ഉണ്ട്, അതെനിക്ക്. ഉണ്ടായിരുന്നോ ഈകള് കീ എടുത്തിട്ട് ഒറ്റ പോക്ക് പോയി തിറന്നിട്ട് അറിയാന്ന്. ഓ ആ എന്നിട്ട് വാളിയാന്ന്. അങ്ങനെ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോവാ ബ്രോ. ഓ ഞാൻ പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് ഞാൻ പൊട്ടിച്ചരാം. അയ്യോ സൂപ്പർ മാർക്കറ്റ് പെട്ടെന്ന് ഗ്രൈൻഡർ വീടോ അല്ല എനിക്ക് വേണ്ട, എനിക്കല്ലേലും വേണ്ട, എനിക്കുള്ള ഇവൻ ഇപ്പൊ അതിനകത്ത് AWM. ആ ഉണ്ട്. അറിയുന്നവന്റെ വടി കൊടുക്കൂലെന്ന് പറയില്ല, അതാണ് ഇല്ലത്തിന്റെ അവസ്ഥ. സരസസുന്ദരി എന്തൊക്കെ പറക്കണം ഞാൻ. പറക്കണത് വേണോ സരക്കെ? ബായിക്കൊന്നുമില്ല, ചാക്കൊണ്ടൊക്കെ വന്ന് പറക്കുന്നത്. സാറാ അതും കൂടെ എനിക്ക് തന്നാ ഈ കളി ഡിന്നറാണ് സാറേ, അതുകൂടെ എനിക്കതാ. അതാ ബിൽക്കോട് കൊണ്ട് വന്ന് സരയുടെ അവസ്ഥ ചോദിക്കേ. അണ്ണാ ഈ കമന്റ് വായിക്ക്, ബാബു ബെറ്റർ ദാൻ ഈഗിൾ, ഈഗോ പൊട്ടട്ടെന്ന്. എടാ ഇങ്ങനെയൊക്കെയാണോ ഒരു കമന്റ് ഉണ്ട്? നിനക്ക് പറയാനുള്ളതൊക്കെ ഡയറക്റ്റ് ഉണ്ട്. എന്നെ ഇനി വായിക്ക്, ഈഗോ പൊട്ടട്ട്. ഞാൻ വായിക്കൂല, എപ്പോഴല്ലേ പൊട്ടുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോ അവന് പൊട്ടു. ഒരു പ്രശ്നമില്ല, നോക്ക് അവന് AWM ഇത് കിട്ടിയ പോലെ ഒരു പ്രശ്നമില്ല. ബാബു സെറന്തി വന്നില്ലയോ? സെറപ്പിഴും അവിടെ തന്നെ നിക്കണേ. ഇനിയിപ്പോ ആ കാര്യം കഴിഞ്ഞിപ്പോ അവന് ഞാൻ സ്മോക്ക് എടുത്തിട്ട് പറഞ്ഞു വരുന്ന ഞാൻ വരാം. ഇല്ല വേണ്ട വേണ്ട വേണ്ട, ഞാൻ സെൽഫിഷ് അല്ലല്ലേ ഓ ഇത് പിണക്കമാണ്. മറ്റേത് വരാം, കേറ് ബാബു. അത് പിണക്കമല്ല, അതൊക്കെ നിന്നെ പുച്ഛം. അല്ലല്ല, ആ നോട്ടത്തിന്റെ അടുത്ത് നിന്റെ അടുത്തുള്ള പുച്ഛ വരും. ഒരു ചെറ്റ പട്ടി, നീ വണ്ടിയിൽ പോയി കയറി ഇരിക്കുന്ന എന്തിനാണെന്നാണ് ചോദിച്ചത്. കൊണ്ടുവന്ന് ഒരു തേങ്ങ കിട്ടിയതും ഇല്ല. അതെ ഒരു വട്ടം മിണ്ടാണ്ടിരുന്നിട്ടോ ഒരു കളി. എന്റെ ഓർമ്മയുണ്ടോ? കീ കൊണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാ. തമാശ അറിഞ്ഞല്ല, കീ കൊണ്ട് പോയത് വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അത് അയ്യോ മറക്കത്തില്ല. ഇപ്പൊ ഞാൻ വല്ല ആയിരിക്കും ഇപ്പൊ തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ കാണാം. അയ്യോ ഫ്രണ്ടിലാളെ ഈ റൈറ്റ് കോമ്പൗണ്ട് ഞാൻ പോണേന്റെ റൈറ്റിലുള്ള കോമ്പൗണ്ട്. ഫൈറ്റ് എടുക്കണോ? നമുക്ക് അടിക്കാം. നീ വാ, നീ കൂടാ. കോമ്പൗണ്ടിലോട്ട് വരുന്ന വണ്ടി. നീ വണ്ടി ഇവിടെ എടുത്ത് പോവോ? ഞാൻ ഇവിടെ ഇറങ്ങാം. നീ വണ്ടി എടുത്ത് പോവോ? കുറച്ച് വേറെ ഓഫ് ആംഗിൾ പിടിക്കും. ഞാൻ ഇവിടെ നോക്കിട്ട് തരാം. പോ അവൻ ചാവാത്തെന്തറാ. നോക്ക് ബാബു കുത്തിക്കണ ഉണ്ടോന്ന്? ബാബു കുത്തിക്കടാ. കുത്തിക്കണോ? ഇവിടെ ആളാടി ഫിനിഷ് ആണ്. ഇവിടെ അടുത്തുണ്ട്. കുത്തിക്കട്ടെ ഞാൻ. ബാബു കുത്തിച്ചോ. ഞാൻ ഓഫ് ആംഗിൾ കളിക്കോ. ബാബു കുത്തിച്ചോ. ഇതിനിടെ ഉണ്ടടി. ഈ സ്മോക്കിനകത്തുണ്ട്. ഈ സ്മോക്കിനകത്ത് വെയിറ്റ് ഞാൻ എടുത്തരാം. ചാടി കയറി അപ്പുറത്തോട്ട് ഈ ബിൽഡിങ്ങിന്റെ ബാക്കി. ആടി എന്നെ ഫിനിഷ് ആക്കൂ. ഇപ്പൊ ഞാൻ ചത്തു. എന്നെ പെട്ടെന്ന് തന്നെ തൊറി. കഴിഞ്ഞ ഞാൻ ഇവിടെ ചാവാൻ കിടക്ക. ഇതിപ്പോ തീർത്തേരും എന്നെ. ബാബു ഇപ്പൊ നീ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് കുത്തിയറാ, അവര് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നില്ലേ?
ഞാൻ എടുത്തു, അവനെ എടുത്തു, ഞാൻ അവനെ കണ്ടു. ഞാനിപ്പോ ചത്തേനെ, ഞാനിപ്പോ പുടുത്തേനെ ഇരുന്നു ഇവിടെ. ഞാൻ രക്ഷിച്ചു. നീ രക്ഷിച്ച്, നീ ആദ്യം ഒരു റൗണ്ട് ഓടി തന്നെ കേട്ടോ. അവനെ ഫിനിഷ് ആക്കാൻ അടിച്ച് തന്നെ 1 HP ആക്കി. ഒരു അടി കൂടി കൊണ്ടുവരുന്ന എന്തോ. ഇവ ഇങ്ങനത്തെ ടീമിനെ കൊണ്ടുപോയി ശരിയാവില്ല കേട്ടോ. ഇതുപോലെ ഒരു ആദായ വിൽപ്പന എന്ന് പറയുന്ന ഒരു സ്കീമാണ് ഇവിടെ. ഞാനോ അവിടെ അത്രയും പെയിൻ കില്ലർ എടുത്തു വെക്കില്ല ഈകളെ, ബാഗ് ഫുൾ ആവും. കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പെയിൻ കില്ലർ വേണം. ഞാൻ അധികം എനിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. നല്ല വേദന എടുക്കും. മേലാണ് ഇവിടെ വണ്ടി പോയി. എന്റെ ഗെയിം അടിച്ചു പോയി. എവിടെ നീ എവിടെ? ക്രാഷ് ആയി. മറ്റേ ഇത് കാണിച്ചാ, റീകണക്റ്റിംഗ് കാണിച്ചാ? അല്ല, കൊറേ നേരം സ്റ്റക്ക് ആയി ഞാൻ. പൊക്കാം ഇവിടെ. നമ്മുടെ വണ്ടി എടുക്കണം. വണ്ടി പോയി ഇനിയിപ്പോ വേറെ വഴിയില്ല. അവനൊക്കെ അതാ വണ്ടി പൊട്ടിക്കാനാണ്. അവന് വേറെ ആരോ വരുന്നു തോന്നുന്നേ. ഒരു ചെറിയ ശരിയാവും. അവന്മാരെ വേറെ ആരോ കുത്തിച്ചു തോന്നണേ. അമ്മാര് ബാക്കിലോട്ട് ഓടിയേ ശരിക്കും പറഞ്ഞ. ഇവിടെ ആളോ ഈ മാർക്കിലാണ്, ഈ യെല്ലോ മാർക്കിൽ ആളുണ്ട്. ഏതായാലും ഒരു വണ്ടി സേഫ് ആയിട്ടുണ്ടോ അവിടെ നമ്മളെ? എവിടെയാണ്? ഇപ്പൊ രണ്ടാമത് അടിക്കുന്ന എവിടെ നിന്ന് അടിക്കുന്നു? ഇവിടെ കണ്ടോ? ഇവിടെ ഓറഞ്ച് വർക്കൊക്കെ കറക്റ്റ്. കണ്ടു. ഞാൻ അതിന്റെ മോളിൽ കയറിട്ടെ, ഒരു ആംഗിൾ എടുത്തോട്ടെ. ഒരു മിനിറ്റ്. വണ്ടി രണ്ടും പോയല്ലോ. ഇനിയിപ്പോ എന്തിരി നമ്മളേലും വണ്ടി ഉണ്ടോ സേഫ് ആയിട്ട്? വണ്ടി വരുന്നേ അമ്മാര് വണ്ടി പോവേണോ? അമ്മാരുടെ വണ്ടിയാണോ? ഇവന്മാരുടെ തന്നെ വണ്ടിയാ, ഞാൻ അത് കണ്ടായിരുന്നു. അമ്മാര് സാൻഡ്വിച്ച് ആവുന്ന വിചാരിച്ച് പോയെന്ന് തോന്നുന്നുടാ. എടാ നമ്മടെ വണ്ടി അടിച്ചു പൊട്ടിച്ചിട്ട് പോയി. ഓ, അവിടെ ഒരു ഇതുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. വെയിറ്റ്. ബ്രോ BGMI പകലാണ് സ്ട്രീം, ഞാൻ രാത്രി PUBG PC ഒരാള് അവിടെ വരെ അതാ വാ കേറ്. സോൺ ഔട്ട് ആണേ. വണ്ടി എടുത്തിട്ട് വരാം. വേറെ വണ്ടി ഞാനൊരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുന്നുണ്ട്. കണ്ടന്റ് RP ആണ്. അടിക്കാൻ നിൽക്കില്ല, പോ നീ പോയി വണ്ടി അടി, ഞാൻ കവർ ചെയ്തോളാം. സംസാരിക്കാം ബ്രോ. വേറെ അടി വരുന്നുണ്ട്. ബാക്ക് ഞങ്ങൾ ഹോൾഡ് ചെയ്യണം. രണ്ട് നോക്കാ. എന്റെ അമ്മ, ഓ എടാ ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. രണ്ട് നോക്കിട്ട് അവിടെ ഒരുത്തൻ റബൽ തൊട്ട് ഫ്രണ്ടിലെ കിടക്കുന്നു. നൈസ് അളിയാ. ഞങ്ങളുടെ ചിപ്പൊന്ന് എടുക്കുവോ? എടാ ബാബു AW ഉണ്ട്, എടുത്തോടാ ബാബു. എന്റെ പെട്ടിയിൽ അവരുടെ ട്രാൻസ്മിറ്റർ ഉണ്ടോ നോക്കിക്കേ. നൈസ് ആണ്. താങ്ക്യൂടാ. എന്റെ ഇല്ല, വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്റെ ഇല്ല. ഇനി റീകോൾ നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്, മെൻഷനിലുണ്ട്. ആടാ ആ വണ്ടി പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഒന്നും അടിക്കായിരുന്നടാ അത്. താങ്ക് യു. അമ്മരെ പണിത് ഞാൻ ഇവിടെ ഇട്ട്.
വേറെ ചിപ്പെടുത്തു ഈകളെ ചിപ്പെടുത്തോടാ. ഞാൻ എടുത്തു പോവാം. എടാ ഗൈസ് കില്ല് അപ്ഡേറ്റ് ആയിരുന്നു. കില്ല് അപ്ഡേറ്റ് ആയിരുന്നു. ഒരു സ്നൈപ്പർ കില്ല് അത് അപ്ഡേറ്റ് ആയിരുന്നു. ചിപ്പ് ഞാൻ എന്റെ തരട്ടാ. ചിപ്പ് ഇവിടെ ഇട്ടാണ് എടുത്തോ. ചിപ്പ് എടുത്തോ. എടാ ബാബു അതിനകത്ത് 6x ഒന്ന് എടുത്ത് എക്സ്ട്രാ എടുത്ത് വെച്ചേടാ. 6x ഒന്ന് എക്സ്ട്രാ എടുത്ത് വെച്ചാൽ എന്റെ പെട്ടിക്കകത്തൊന്ന് അന്ന് എടുത്ത് വെച്ചേരെ. ഒരു സെക്കൻഡ് എടുത്തോട്ടെ. പെട്ടിയിലല്ല അവൻ്റെ ഇവിടെ മതി. കേറി. സജഷൻ ആണ് ഇൻഡിവിജ്വൽ ചലഞ്ചിനെക്കാട്ടും ടീം ചലഞ്ച് ഉണ്ടെങ്കിൽ ഡിന്നർ അടിക്കാനുള്ള ഫ്ലോ കാണും. ഇതിപ്പോ ചലഞ്ച് ചിലപ്പോഴൊക്കെ കില്ലെടുക്കാൻ വേണ്ടിയുള്ള ഇല്ല ബ്രോ, അങ്ങനെ കില്ലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ആക്ച്വലി നമ്മള് ഫൈറ്റ് മാക്സിമം ഒരുമിച്ച് എടുക്കാൻ തന്നെയാണ് നോക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ 1 month ആണ്. 1 monthലേക്കാണ് സബ്സ്ക്രിപ്ഷൻ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനാണ് എന്നെ കൊണ്ട് എടുപ്പിച്ചത്. അപ്പൊ എന്റെ നീ ഒരു കളിക്ക് ബാബു. ഈ കളി ഞാൻ നോക്കിട്ട് തരാം. ഞാൻ ഇത് ഫിനിഷ് ജയിപ്പിച്ചു തരാം. നീ എനിക്ക് അത് മാത്രം തന്നാ മതി. ഞാൻ വല്ല SMG വെച്ച് കളിച്ചോളാം. അടുത്ത നീ ആരാ അടിക്കുന്നത്? ഓ എനിക്ക് തരുന്നതിന് മുമ്പ് 2 ബുള്ളറ്റ് കളഞ്ഞേക്കാണ്. എന്തായാലും ഈ മരുന്ന് കൊടുക്കണോ മനസ്സിലായ? അതിനാണ് പട്ടി നീ വെറുതെ വെടിവെച്ച് അണ്ണ ഒരു വെടി വെച്ച് നോക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു AW വെച്ചിട്ട്. അതുകൊണ്ട് ഇറങ്ങണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എവിടെയും ഇറങ്ങും. ഞാൻ മാപ്പ് നോക്കിയില്ല. എനിക്ക് അറിയാൻ പോയി പെട്ടെന്ന്. എടാ ഞങ്ങളിതാ ഈ ബിൽഡിങ്ങിൽ പോവാടാ. യാസ്നയുടെ എന്റെ വല്ലതും കിട്ടുമോ? യാസ്നയുടെ എന്റെ വല്ലതും പിടിയടാ. യാസ്നെ കൂടായിരുന്നോടാ? ഇല്ലല്ല യാസ്നെ പോയാ ഞങ്ങളുടെ ഒന്നും ഇല്ലടാ. അല്ല ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിതാ ഇവിടെ ഇറങ്ങാം. ഇവിടെ ഈ നീല മാർക്ക് അവിടെ അതെന്താ സാറാ ഇപ്പൊ എന്റെ അടുത്തൂടെ പോയത്? അടിയാണ്ടാ. നിങ്ങള് ചാവും. അല്ല മുകളിലോ സ്മോക്ക് ഉണ്ടോ? അവിടെ അടി കിടക്കുക. അടുത്ത അടവുണ്ട് അടി ഒന്നും റൈറ്റിലാണ് ഇപ്പൊ വീണതാണ് ആ സ്മോക്കിന്റെ ബാക്കില്. എന്റെ ബാബു ഞാൻ എന്ത് ചെയ്യാ? അതിന്റെ ഇടയിൽ ഇവര് പോയി ഇറങ്ങിയിട്ട് ഇവരടുത്ത് പോകണ്ടേ? പേടി എനിക്ക്. അല്ല ഞാൻ നിന്നെ അതല്ല, ഇവര് പോയി ഇറങ്ങിയ സ്ഥലം നോക്ക്. നീ മലമണ്ടയിൽ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ഇനി ഇവരെ രക്ഷിക്കാനായിട്ട് ഇല്ല. താഴെ സരക്കെ ഞങ്ങക്ക് ഒരു ഓപ്ഷനേ ഇല്ല അവിടെ നിന്ന് സർവൈവ് ആവാന്നുള്ളതിൽ. സാറാ നമ്മ എടുത്ത് വണ്ടി ഞാൻ കയറി വരുന്നിടത്ത് ആളൊന്നും ഇല്ലല്ലേ? അത് ശരി, നല്ലൊരു കാര്യം. വണ്ടി ഒന്ന് കേറാത്. എടാ എന്തേലും ഒന്ന് ലൂട്ട് ചെയ്തോട്ടെ സരക്കെ, അല്ലാതെ വരാൻ വേണ്ടി ലൂട്ട്. ഞാൻ ഇവിടെ നിക്കുവാ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് ഇവിടെ നിക്കുവാ. എടാ ബാബു ഒന്ന് വാ. ഇല്ല ഞാൻ സർക്കാരിന് ഇവിടെ താഴെ ഉണ്ട്. നിങ്ങൾ താഴോട്ട് വന്നാൽ ഓപ്പണിലേക്ക് അടിയടാ. എവിടെയാണ് മാർക്കറ്റ്? ഞാൻ ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് വരാം. ഒരു ഹെൽമെറ്റ് നേരെ ഇതാരിപ്പടിച്ചത്? പഠിച്ചാര് ഇപ്പൊ ബാക്കിന്ന് അടിച്ചാറാ? എവിടെ അത്? എവിടെന്നൊക്കെ അടിക്കുന്നെന്ന് പറയാ. എന്നെ ഒന്ന് നോക്കിയടാ ബാബു. എനിക്ക് വേടാ കണ്ട്, ഞാൻ ആളെ കണ്ട് ഇപ്പൊ കണ്ട് ഒരുത്തര. പക്ഷെ അത് വേറെ അടുത്തൂടെ ഉണ്ടോ? അവൻ എവിടെയൊന്നും കണ്ടില്ല. സ്മോക്ക് വരട്ടെ ആദ്യം. എടാ എന്റെ ഒരു 4x സാറേ എന്തേലും ഉണ്ടോ? സാറേ എന്റെ അടുത്ത് ഒന്നും ഈസിക്കില്ല. എടാ ബാക്ക് ക്ലിയർ ആക്കണേ. ഇപ്പൊ നമ്മൾ അടിച്ചത് സാറേ എന്റെ അടുത്ത് ഒന്ന് വരുമോ? എടാ ഈകളൊന്ന് മാർക്ക് ചെയ്തോ. 3 പേര്. എനിക്കൊരു ക്ലിയർ ഷോട്ട്. വെറുതെ പൊസിഷൻ കൊടുക്കുന്നില്ല ഞാൻ. നിങ്ങളെ പുഷ് ചെയ്യണേ പയ്യെ. താഴെ നിന്നാണോ വരുന്നത്? ആ താഴെ സാറാ ആ 6x ഒന്ന് തരുമോ? 4 സാറാ ക്ലിയർ ആയിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ? സപ്പോർട്ട് ചെയ്യാം. നോക്ക് അങ്ങനെ പോയ ചാവും. അവിടെയാണോ? നൈസ്. നോക്കിൽ ഞാൻ നോക്കിട്ടിട്ടുണ്ട്.
ഒരുത്തനോടുണ്ട് റബ്ബി. ഒരുത്തനുണ്ട് ഉണ്ടോ? ആ ഉറപ്പാണ്. കാശ് അറിയാം എന്നിട്ട് കയറാം. അറിഞ്ഞൂടെ ഞാൻ ചുമ്മാ. ദാ ഇവിടെ താഴെ കല്ല് 1 HP ഒന്ന് കേറിയടാ. 1 HP അടിച്ചോ. നീ ഒരു വെടി കൊള്ളിയില്ല അവനെ. നീ എന്നത്തോട് സ്മോക്ക് ഇടാ. ഒരു സ്മോക്ക് ഇടാ. എടാ എന്നെ പെട്ടെന്ന് തൊടണം. ഒരു മിനിറ്റ്. എന്നാ സ്മോക്ക് വേണോ? എന്നാ എന്തോടാ സ്മോക്ക് ഞാൻ ചാടി ഇത്. സ്മോക്ക് ഇടുന്നില്ലേ? പെട്ടെന്ന് തൊടാന്ന് പറഞ്ഞു. സ്മോക്ക് ഇട്ടിട്ട് തൊട്ടാൽ മതിയായിരുന്നു. അതിനാണ് സ്മോക്ക് അവിടെ ഇട്ടത്. ലൂട്ടോടി കൊതിച്ചീനെ കൊണ്ട് എനിക്ക് വയ്യ. എടി പട്ടി എന്താണ് എന്ത് എന്ത് കാണിക്കുന്നു നീ? എന്ത് വിട്ടാ? ഒരു സെക്കൻഡ് ഉള്ളപ്പോ നീ സ്മോക്ക് ചെയ്യാൻ വേണ്ടിട്ടാ വിട്ടത്. സത്യം പറ, നീ സ്മോക്ക് ചെയ്യാൻ വേണ്ടിട്ടാ വിട്ടത്? സത്യം. എനിക്കൊന്നും പറയില്ല. എനിക്ക് ഈ ടീമിൽ കളിക്കാൻ താല്പര്യമില്ല. ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. എന്നെ കൊല്ലിക്കാൻ വേണ്ടിട്ടൊരു ടീം എല്ലാപ്പോഴും ഞാൻ അവിടെ എന്നെ സപ്പോർട്ടും ചെയ്യൂല, ഒന്നും ചെയ്യൂല. ഒരു 1 HP ഉള്ളവനെ അടിക്കാൻ അറിയാതെ പറക്കുന്നു ഒരുത്തായിരുന്നു. ഓടിച്ചത്ത് അവൻ സോൺ ഔട്ട് ചാവും. ഇവന് സോൺ ഔട്ട് ചാവും.